Everybody on the top got the same sound. Everything I'm about to drop, make a name now. Yeah, y'all don't really know, y'all don't really know. ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനലിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് അനാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് പാറ്റേൺ ആണ് ഇപ്പോൾ ബിറ്റ് കോയിൻ ഫോളോ ചെയ്ത് പോകുന്നത്, ഏത് രീതിയിലാണ് ബിറ്റ് കോയിന് ഇനി ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളത്, മുകളിലോട്ടാണോ താഴേക്കാണോ അല്ലെങ്കിൽ ഏത് രീതിയിൽ ഏത് ലെവലിലേക്കാണ് ബിറ്റ് കോയിൻ പോകാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്കിവിടെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു 47K എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിറ്റ് കോയിനിൽ ഒരു കറക്ഷൻ അത്യാവശ്യമാണ്, ഒരു കറക്ഷൻ തീർച്ചയായിട്ടും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു കറക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു പാരലൽ ചാനലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാരലൽ ചാനലിൽ ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു ചാനൽ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു പ്രൈസ് റിജക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലേക്ക് പ്രൈസ് ഒന്ന് ഇറങ്ങി വരുന്നത് ഞാൻ തീർച്ചയായിട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 40K എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലേക്ക് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇറങ്ങി വന്നിട്ടുള്ള കാണാനായിട്ട് പറ്റുന്നുണ്ട്. ആ 40Kയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു 39Kയിലേക്കൊക്കെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് പോയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു പാരലൽ ചാനലിൽ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിലാണ് അവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു വീഡിയോയ്ക്ക് തൊട്ട് മുൻപുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ചയാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ 40K എന്ന് പറയുന്ന ഞാൻ മുൻപുള്ള വീഡിയോകളിലെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള മുൻപുള്ള വീഡിയോകളിലെല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു 40K എന്ന് പറയുന്ന ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ അതിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ടൊരു ലോങ് പൊസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സ്കോപ്പ് ഉള്ളൂ എന്നുള്ള കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു ലെവലിൽ ബിറ്റ് കോയിൻ്റെ പ്രൈസ് നിൽക്കുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ചയായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ചയാണെന്നുള്ള കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് സൂം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ചാർട്ട് ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഈ ഒരു ലെവലിലേക്ക് ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു പാരലൽ ചാനലിൻ്റെ ആ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് പ്രൈസ് ഇറങ്ങി വന്നിട്ടുണ്ട്. ദെൻ ഈ ഒരു 40Kനെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് ആ ഒരു 40Kയിലേക്ക് ഒരു റീടെസ്റ്റ് നടത്തിക്കൊണ്ട് വീണ്ടും ശക്തമായിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലൂടെ ഇറങ്ങി വന്നിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു റെഡ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ആ 40K എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് അതവിടെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലേഴ്സ് അവിടെ വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രൈസ് ആക്ഷനിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിലാണ് അവിടെ ഫോം ആയിട്ടുള്ളത്. തൊട്ടടുത്ത് ഫോം ആയിട്ടുള്ള, അതായത് ഇന്നലെ ഫോം ആയിട്ടുള്ള ഏപ്രിൽ 15-ാം തീയതി ഫോം ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ നോക്കിയാലും അതിൻ്റെ ഒരു ഹൈ ഷേഡോയ്ക്ക് പോലും ഈ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പണിംഗ് പ്രൈസിന് എത്താനായിട്ട് സാധിക്കുന്നില്ല. അതായത് വളരെ വീക്കായിട്ടുള്ള ഒരു ബൈയിങ് പ്രഷറാണ് നമുക്ക് ഈ ഒരു ക്യാൻഡിൽ കാണിച്ചു തരുന്നത്. ഈ ഏപ്രിൽ 15-ന് ഫോം ആയിട്ടുള്ള ഈ ഒരു ക്യാൻഡിൽ കാണിച്ചു തരുന്നത് വളരെ വീക്കായിട്ടുള്ള ഒരു ബൈയിങ് പ്രഷറാണ്. അപ്പോൾ ഈ ഒരു 40K എന്ന് പറയുന്ന ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ രണ്ട് ക്യാൻഡിൽസിനെയും ഏപ്രിൽ 13-ാം തീയതിയും ഏപ്രിൽ 14-ാം തീയതിയും ഫോം ആയിട്ടുള്ള ഈ രണ്ട് ക്യാൻഡിലിനെയും ബ്രേക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു 41K എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ തുടർന്നും ഒരു അപ് ട്രെൻഡിലേക്ക് ബിറ്റ് കോയിൻ കടന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് ബ്രേക്ക് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആഴ്ചകൾ തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസങ്ങൾ തന്നെയാണ്. നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഷോർട്ട് പൊസിഷനോ ലോങ് പൊസിഷനോ ഏതാണ് എടുക്കേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കാനായിട്ട് പറ്റാതെ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഏത് രീതിയിലായിരിക്കും ഈ ഒരു മാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലായിരിക്കും ബിറ്റ് കോയിനിൽ ഒരു പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചാലാണ് നമുക്ക് ഇനി ഒരു 50K എന്ന് പറയുന്ന ആ ഒരു പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ കാണാനായിട്ട് പറ്റുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് ലെവൽസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ലെവൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണെന്ന് പറയാനായിട്ട് പറ്റും. അതായത് 37K എന്ന് പറയുന്ന ഈ ഒരു ലെവൽ നമുക്ക് ഈ ടച്ച് പോയിന്റ്സ് എല്ലാം ഒന്ന് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഡ്രോയിങ്സ് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 37K എന്ന് പറയുന്ന ഈ ഒരു ലെവൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവൽ ആയിട്ട് എടുക്കാനായിട്ട് പറ്റും, ഒരു സപ്പോർട്ട് ഏരിയ ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇവിടെ സംഭവിച്ചിട്ടുള്ള ഈ ഒരു പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോകളിലും അല്ലെങ്കിൽ നമ്മളെല്ലാ ടെക്നിക്കൽ അനാലിസിസ് വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് അതിലേക്ക് വീണ്ടും ഒരു റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് നമുക്ക് ചാൻസ് ഉണ്ട് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് ഈ ഒരു ലെവൽ ഇവിടെ ഉണ്ടായിരുന്നിട്ടുള്ള
ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു 40K ലെവലാണെന്ന് വിചാരിക്കുക. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ വീണ്ടും ആ ഒരു ലെവലിലേക്ക് റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെഡ് ക്യാൻഡിൽ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഈ രീതിയിൽ താഴേക്കുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോർട്ടായിട്ട് ഈ ഒരു 37K എന്ന് പറയുന്ന ഈ ഒരു ലെവൽ ഉണ്ടായിരിക്കും. ഈ ഒരു ലെവലിലായിരിക്കും ഒരു സപ്പോർട്ട് എടുക്കുക. ഇനി ആ ഒരു ഏരിയയും ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ ഒരു 37K എന്ന് പറയുന്ന ആ ഒരു സപ്പോർട്ട് ഏരിയയും ബ്രേക്ക് ചെയ്തുകൊണ്ട് പ്രൈസ് പോവുകയാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് എവിടേക്കായിരിക്കും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് പോവുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ നോക്കാം. നമ്മൾ ഒരുപാട് അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇവിടെ ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. ഇനി അതല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു 41K എന്ന് പറയുന്ന ആ ഒരു ലെവൽ നമ്മുടെ ഈ 2 ദിവസത്തെ ക്യാൻഡലിൻ്റെ ആ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ് പ്രൈസിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു 41K എന്ന് പറയുന്ന ഈ ഒരു ലെവലിന് മുകളിലായിട്ട് ഒരു ക്യാൻഡിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ ഈ ഒരു 50K എന്ന് പറയുന്ന ഈ ഒരു ലെവലിലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രൈസിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിൻ്റെ കാര്യത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് കൃത്യമായിട്ട് ഈ പാരലൽ ചാനൽ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ 50Kയിലേക്കുള്ള ഒരു മൂവ്മെൻറ്റ് കൺഫേം ചെയ്യാറായിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ 40K എന്ന് പറയുന്ന ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു, അവിടേക്ക് ഒരു റീടെസ്റ്റ് നടത്തി. സോ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ്. ആ ഡൗൺ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ പ്രതീക്ഷിക്കാനായിട്ടുള്ളത്. അപ്പോൾ ട്രേഡിങ്ങിലെ ഏറ്റവും ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആയിട്ട് സഞ്ചരിക്കാതിരിക്കുക എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ട്രെൻഡ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു ഡൗൺ ട്രെൻഡ് ആണെന്നുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ലോങ് പൊസിഷൻസും കാര്യങ്ങളൊക്കെ നിലവിൽ എടുക്കാതിരിക്കുക. ഷോർട്ട് പൊസിഷൻസും എടുക്കരുത് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക, ഈ ഒരു പാരലൽ ചാനലിൻ്റെ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കി കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഓക്കെ, ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ നിന്ന് പ്രൈസ് മുകളിലേക്ക് പോകാനായിട്ടാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് സംഭവിക്കാതെ നമ്മളൊരു ഷോർട്ട് പൊസിഷൻസും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് പറയുന്നത് അതും അത് ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഴ്ച തന്നെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ബിറ്റ്കോയിനിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഡൗൺ മൂവ്മെൻറ്റും നമുക്ക് ഇതിൽ രണ്ടിൽ ഏതായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ആഴ്ച തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കുമെന്ന് തന്നെ വിശ്വസിക്കാം. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുക. ഈ ഒരു വീഡിയോ യാതൊരു തരത്തിലുമുള്ള ഫൈനാൻഷ്യൽ അഡ്വൈസായിട്ടും എടുക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ചാർട്ട് അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അതിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അത് മാത്രം എടുത്താൽ മതി. അടുത്തൊരു വീഡിയോ കാണാം.